നമസ്കാരം. എപ്പോഴെങ്കിലും ആരും പറയാത്ത ഒരു കുറ്റത്തിന് നിങ്ങൾ പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ അന്യായമായി ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നിയിട്ടുണ്ടോ? എങ്കിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സങ്കീർത്തനം 7 നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുതരും. അനീതിക്ക് മുന്നിൽ ദാവീദ് ദൈവത്തോട് നടത്തിയ വളരെ ശക്തമായ ഒരു പ്രാർത്ഥനയാണിത്. നമുക്ക് ഇതിലേക്കൊന്ന് ആഴ്ന്നിറങ്ങാം. ശരി, അപ്പം നമുക്ക് തുടങ്ങാം. ഇത് വെറുമൊരു പ്രാർത്ഥനയുടെ വിശദീകരണമല്ല, മറിച്ച് ദാവീദിന്റെ മനുഷ്യൻ ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്ന് ആഴത്തിലുള്ളൊരു ആത്മവിശ്വാസത്തിലേക്ക് നടന്നു കയറുന്ന ഒരു യാത്രയാണ്. ഈ യാത്രയിലെ ഓരോ സ്റ്റെപ്പും നമുക്കൊരുമിച്ച് നോക്കാം. അപ്പോ ഈ യാത്ര തുടങ്ങുന്നത് തന്നെ ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്നാണ്. ദാവീദ് വ്യാജമായ ആരോപണങ്ങൾ കൊണ്ട് വേട്ടയാടപ്പെടുകയാണ്. കൂഷെന്ന പേരുള്ള ഒരാൾ പറയുന്ന വാക്കുകൾ ദാവീദിന്റെ ജീവിതത്തെയും സൽപേരിനെയും ഒരു സിംഹത്തെപ്പോലെ കീറിമുറിക്കാൻ വരുന്നു. ഈ സങ്കീർത്തനത്തിനൊരു പ്രത്യേക പേരുണ്ട്, ഷിഗ്യോൺ. അതെന്താണെന്നല്ലേ? അതൊരു സാധാരണ പ്രാർത്ഥനയല്ല. വാക്കുകൾക്ക് വിവരിക്കാൻ പറ്റാത്ത അത്രയും ആഴത്തിലുള്ള ആ ഹൃദയം പൊട്ടിയുള്ളൊരു നിലവിളി, ഒരുപക്ഷെ ചിതറിപ്പോര ചിന്തകളോടെയുള്ളൊരു വിലാപം. അതാണ് ഷിഗ്യോൺ. ഒന്ന് ആലോചിച്ചു നോക്കൂ. ചുറ്റും വ്യാജ ആരോപണങ്ങൾ, നീതി കിട്ടില്ലെന്നുള്ളൊരു പേടി, ആകെയുള്ളൊരു പ്രതീക്ഷ ദൈവത്തിൽ മാത്രം. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനൊരവസ്ഥ വന്നിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ദാവീദിന്റെ ആ ഒരു വേദന നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ദാവീദ് എന്ത് ചെയ്തു? സാധാരണ നമ്മൾ എന്തു ചെയ്യും? പക്ഷെ ദാവീദിന്റെ റെസ്പോൺസ് അത് നമ്മളെ ശരിക്കും ഒന്ന് ചിന്തിപ്പിക്കും. എന്തായിരുന്നു ആ നിർണായകമായ തീരുമാനം? നമുക്ക് നോക്കാം. ഇവിടെയാണ് കാര്യം. ദാവീദ് പ്രതികാരം ചെയ്യാൻ പോയില്ല, തകർന്നിരുന്നില്ല. പകരം അവൻ നേരെ ഓടിയത് എങ്ങോട്ടാണെന്നോ? തന്റെ ഒരേയൊരു സുരക്ഷിത താവളമായ ദൈവത്തിലേക്ക്. എന്റെ ഏക രക്ഷാകേന്ദ്രം അവിടുന്നാണ് എന്ന് അവൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഇതിലെ പാഠം വളരെ സിമ്പിളാണ്, പക്ഷെ അത്രയും തന്നെ പവർഫുള്ളും. ഒരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ എവിടേക്കാണോ ഓടുന്നത്? എപ്പോഴാണോ നമ്മുടെ സ്വന്തം കഴിവുകളും ബുദ്ധിയുമൊക്കെ പരാജയപ്പെടുന്നത്, അവിടെയാണ് യഥാർത്ഥ അഭയം. അത് ദൈവത്തിൽ മാത്രമാണെന്ന് ദാവീദ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇനിയാണ് ഈ സങ്കീർത്തനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ട്വിസ്റ്റ് വരുന്നത്. ശത്രുവിനെ കുറ്റം പറയുന്നതിനു പകരം ദാവീദ് ആദ്യം ചെയ്യുന്നതെന്താണെന്നോ? സ്വന്തം ഹൃദയത്തിലേക്ക് ഒരു കണ്ണാടി പിടിക്കുകയാണ്, ഒരു സത്യസന്ധമായ ആത്മപരിശോധന. ഈ ചോദ്യങ്ങൾ, ഞാൻ ശരിക്കും തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ലല്ലോ, ഇതൊക്കെ നമ്മളോട് തന്നെ ചോദിക്കാൻ ഒരു പ്രത്യേക ധൈര്യം വേണം, അല്ലേ? ദാവീദിന്റെ സത്യസന്ധത എത്ര വലുതാണെന്ന് നമുക്കിവിടെ കാണാം. ഒന്ന് കേട്ടുനോക്കൂ. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ശത്രുക്കൾക്ക് എന്നെ പിടിക്കാം, എന്നെ നശിപ്പിക്കാം. ഇങ്ങനെ പറയാൻ എന്തുമാത്രം ധൈര്യം വേണം? തന്റെ നിരപരാധിത്വത്തിൽ അത്രയേറെ ഉറപ്പുള്ളൊരാൾക്ക് മാത്രമേ ഇത് സാധിക്കൂ. അപ്പോ സ്വന്തം മനസ്സാക്ഷിക്ക് മുന്നിൽ താൻ നിരപരാധിയാണെന്ന് ഉറപ്പായ ശേഷം ദാവീദ് തന്റെ കേസ് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കോടതിയിലേക്ക്, അതായത് എല്ലാം കാണുന്ന ആ നീതിമാനായ ന്യായാധിപന്റെ അടുത്തേക്ക്. ഇവിടെയാണ് വലിയൊരു വ്യത്യാസം വരുന്നത്. നമ്മൾ മനുഷ്യര് പുറമേ കാണുന്നത് വെച്ചാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അല്ലേ? പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്കാണ്, നമ്മുടെ യഥാർത്ഥ ഉദ്ദേശങ്ങളിലേക്കാണ്. ഈയൊരു വിശ്വാസമാണ് ദാവീദിന് ഇത്ര ധൈര്യം കൊടുക്കുന്നത്. നമ്മുടെ ചിന്തകളെല്ലാം, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള രഹസ്യങ്ങള് പോലും ദൈവത്തിന് മുന്നിലൊരു തുറന്ന പുസ്തകം പോലെയാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വിധി ഒരിക്കലും തെറ്റില്ല. സത്യം പറഞ്ഞാല് അന്യായമായി കുറ്റപ്പെടുത്തലുകൾ കേൾക്കുന്ന ഒരാൾക്ക് ഇതിലും വലിയൊരു ആശ്വാസം വേറെ കിട്ടാനുണ്ടോ? ശരി, നിരപരാധിയായ ദാവീദിന് ദൈവം തുണയുണ്ട്. അപ്പോ ഈ തിന്മ ചെയ്യുന്നവർക്കോ? അവർക്കെന്ത് സംഭവിക്കും? അതിനെക്കുറിച്ച് സങ്കീർത്തനം പറയുന്ന കാര്യം അത് ശരിക്കും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. ഇവിടെ തിന്മയൊരു പ്രോസസ്സായിട്ടാണ് കാണിക്കുന്നത്. അതായത് തിന്മ ഗർഭം ധരിക്കുന്നു, കഷ്ടതയെ പ്രസവിക്കുന്നു, എന്നിട്ടൊരു കുഴി കുഴിക്കുന്നു. അവസാനം ആ കുഴിയിൽ സ്വയം ചെന്ന് വീഴുന്നു. ഇതൊരു ബൂമറാങ് പോലെയാണ്, അല്ലേ? മറ്റൊരാൾക്ക് നേരെ എറിഞ്ഞാലും അവസാനം അത് തിരിച്ചു വരുന്നത് എറിഞ്ഞ ആളുടെ അടുത്തേക്ക് തന്നെയായിരിക്കും. സിമ്പിളായി പറഞ്ഞാൽ, മറ്റുള്ളവർക്ക് വേണ്ടി ഒരുക്കുന്ന കെണിയിൽ അവർ തന്നെ വീണുപോകുന്നു. തിന്മ അവസാനം വേട്ടയാടുന്നത് അതിനെ ഉണ്ടാക്കിയ ആളെ തന്നെയാണ്. ഇനി നമ്മള് ഈ സങ്കീർത്തനത്തിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ്. ഇവിടെ അതുവരെ നിലവിളിച്ചുകൊണ്ടിരുന്ന ദാവീദ് പെട്ടെന്ന് മാറുകയാണ്. ആ വിലാപം അതൊരു വലിയ സ്തുതിപ്പായി മാറുന്നത് നമ്മൾ കാണുന്നു. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ദാവീദിന്റെ പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ല. ശത്രുക്കൾ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ദൈവത്തിന്റെ ന്യായവിധിയൊന്നും വന്നിട്ടുമില്ല. എന്നിട്ടും ദാവീദിന്റെ മനോഭാവം പൂർണ്ണമായി മാറുകയാണ്. ഇതാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത്.
പ്രശ്നം മാറിയതിനു ശേഷമല്ല ദാവീദ് സ്തുതിക്കുന്നത്, പ്രശ്നത്തിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ്. കാരണം ഒന്നു മാത്രം, എന്റെ ദൈവം നീതിമാനാണ്, അവിടുന്ന് കാര്യങ്ങൾ നേരെയാക്കും എന്നുള്ള ആഴത്തിലുള്ളൊരു ഉറപ്പ്. ആ ഉറപ്പിലാണ് അവൻ ദൈവത്തെ പുകഴ്ത്തുന്നത്. അതുകൊണ്ട് സങ്കീർത്തനം 7 നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്ദേശം ഇതാണ്: നമ്മുടെ സാഹചര്യങ്ങൾ എത്ര മോശമായാലും ദൈവം നീതിമാനാണെന്നുള്ള ആ ഒരൊറ്റ ഉറപ്പുമതി ഏത് കൊടുങ്കാറ്റിനെയും നേരിടാൻ. യഥാർത്ഥ വിശ്വാസമെന്ന് പറയുന്നത് വിജയം കിട്ടിയതിനു ശേഷം മാത്രമല്ല, വരാനിരിക്കുന്ന നീതിയെ ഓർത്ത് ദൈവത്തെ മുൻകൂട്ടി സ്തുതിക്കുന്നതാണ്.